ജനിച്ചിട്ടുള്ളവരിൽ വെച്ച് യേശു ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല. ഉലകത്തിൽ ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഇത്രയും പവിത്രമായ ഒരു ജീവിതം കാഴ്ചവെക്കാൻ വേറെ ഒരു മഹാനും കഴിഞ്ഞിട്ടില്ല. ഏകദേശം 10-33 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളതെങ്കിലും എത്ര വർഷങ്ങൾ ജീവിച്ചിട്ട് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറമായി പുണ്യപ്രവൃത്തികളും അനവധി പേരുടെ കണ്ണീരൊപ്പുകയും അസമാധാനം നിറഞ്ഞ അവസ്ഥകളിൽ നിന്നും ജനത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാനും അനവധി പേരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കാനും അനവധി പേരുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കാനും അനവധി നിരവധി രോഗികൾക്ക് സൗഖ്യമായി മാറാനും നിരവധി മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നടത്താനും കഴിഞ്ഞിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ വെച്ച് യേശുവിനെ പോലെ തുല്യം ചെയ്യാൻ, തുല്യം പറയാൻ പറ്റുന്ന മറ്റൊരു വ്യക്തിത്വത്തെയും നമുക്ക് ഉലകത്തിൽ കാണുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ ലോകത്തിന്റെ പ്രശ്നം മറ്റൊന്നല്ല. ഈ ലോകത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് സമ്പത്തില്ലായ്മയല്ല, വിദ്യാഭ്യാസമില്ലായ്മയല്ല. ഈ ലോകത്തിന്റെ പരമപ്രധാനമായ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ്. നമുക്കറിയാമല്ലോ, എന്നെ ശ്രദ്ധിക്കുന്നവർ പോലും ഓരോ നിമിഷങ്ങളിലും ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, എനിക്ക് എവിടെ നിന്നാണ് മോക്ഷം ലഭിക്കുക? അപ്പനറിയാതെ, അമ്മയറിയാതെ, സഹോദര ബന്ധങ്ങൾ അറിയാതെ, രക്തബന്ധങ്ങൾ അറിയാതെ, നാട്ടുകാരറിയാതെ, കൂട്ടുകാരറിയാതെ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ എല്ലാം മോക്ഷം എനിക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്നാൽ ഇന്ന് പകലിൽ മാറ്റമില്ലാത്ത ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്ത തിരുവചനം ഇപ്രകാരം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ അവൻ രക്ഷിക്കപ്പെടാൻ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അതിന്റെ പേരാണ് യേശുവിന്റെ നാമം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് പകൽ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ചേക്കേറുന്നതല്ല രക്ഷ. പക്ഷേ ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്ന ആ പാവപ്പെട്ട വീട്ടിനകത്ത്, ആ വീടിന്റെ അകത്ത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാതെ, അടുത്ത പ്രഭാതം അവൻ വരാതിരുന്നെങ്കിൽ, അടുത്ത പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കാതെ ഇരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച് അസമാധാനം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർ, ആന്റി, കുഞ്ഞ്, മാതാവേ, ഇന്ന് പകൽ എനിക്ക് ഉച്ചൈശ്വരം പറയാനുള്ളത്, ആ ഇരിക്കുന്ന ഇരപ്പിടത്തിൽ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വേട് പറയുക, യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ അവിടുന്ന് മരിച്ചത്. എന്റെ പാപങ്ങളെ മുഴുവൻ അവിടുന്ന് അങ്ങയോട് ഞാൻ ഏറ്റുപറയുകയാണ്. അങ്ങയുടെ നാമത്തിൽ മോക്ഷമുണ്ടെങ്കിൽ ഇതാ ഇന്ന് പകൽ എന്റെ ഹൃദയത്തെ അങ്ങേക്ക് വേണ്ടി ഞാൻ വിട്ടുതരികയാണ്. അങ്ങ് എന്റെ ഉള്ളിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകല മന്ത്രിമാരെക്കാൾ വലിയവൻ, ഈ ലോകത്തിന്റെ അധിപതികളെക്കാൾ വലിയവൻ, ഈ ലോകത്തിലെ പ്രഗത്ഭരായ എല്ലാ നാമമുള്ളതിനേക്കാൾ വലിയ നാമമുള്ളവൻ, ഇന്ന് പകൽ നിങ്ങളുടെ കളർ നോക്കാതെ, നിങ്ങളുടെ വർഗം നോക്കാതെ, നിങ്ങളുടെ വർണ്ണം നോക്കാതെ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാതെ, നിങ്ങളുടെ ഭവനത്തിന്റെ ഇരിപ്പ് നോക്കാതെ, ഇന്ന് പകലിൽ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് വന്നിട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും, ആമേൻ, നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ടോ, നിങ്ങൾ ഏതെല്ലാം വിഷയത്തിന് ഭാരപ്പെടുന്നോ, ആ മുഴുവൻ വിഷയങ്ങളെയും പരിഹരിപ്പാൻ, ആമേൻ, ഒരു പരിഹാരകന്റെ നാമമാണ് ഇന്ന് പകലിൽ ഞങ്ങൾ ഇവിടെ ഉച്ചൈശ്വരം ഘോഷിക്കുന്നത്. അവന്റെ പേരാണ് യേശു. അഭിഷിക്തന്മാർ